നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. UDF സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് ഗണേഷ് കുമാർ വീണ്ടും രംഗത്ത്. അഴിമതി ആരോപണങ്ങളിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണും എന്ന് ഗണേഷ് കുമാർ അറിയിച്ചു. അഴിമതി വിരുദ്ധ പോരാട്ടത്തിന് ആരുടെ പിന്തുണയും സ്വീകരിക്കും. VS-ഉം പിണറായിയും BJP-യും പിന്തുണ നൽകിയെന്നും ഗണേഷ് പറഞ്ഞു. സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്നതായിരുന്നു KB ഗണേഷ് കുമാറിന്റെ വാർത്താ സമ്മേളനം. സഭയിൽ ഉന്നയിച്ച അഴിമതി ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതായും CBI അന്വേഷണം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിയെ കാണുമെന്നും ഗണേഷ് പറഞ്ഞു. ഇനി എനിക്ക് കോടതിയിൽ ബഹുമാനമുണ്ട്, ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും കോടതിയുടെ മുന്നിലേക്ക് പോകും. പിന്നെ മാത്രമല്ല CBI അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതിനുവേണ്ടി ഞാൻ നിയമവിദഗ്ധരുമായി ആലോചിക്കുന്നുണ്ട്. അതിന് വേണ്ടി വന്നാൽ പ്രധാനമന്ത്രിയെ കണ്ട് എൻ്റെ നിവേദനം ഞാൻ സമർപ്പിക്കും. കത്ത് കണ്ടിട്ടില്ലെന്ന് പറയുന്ന മുഖ്യമന്ത്രി എന്തിന് കത്ത് ചോദിച്ചു വാങ്ങിയെന്ന് പറയണം. ആരോപണങ്ങൾ സംബന്ധിച്ച് ലോകായുക്തയ്ക്ക് തെളിവ് നൽകും. നിയമസഭ സത്യത്തിൻ്റെ വേദിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അവിടെ ഞാൻ പറഞ്ഞത് സത്യമാണ് എന്ന് തെളിയിക്കാൻ എനിക്കൊരു ചുമതലയുണ്ട്. അത് ഞാൻ തെളിയിക്കും. അതിനുവേണ്ടി ബഹുമാനപ്പെട്ട കോടതിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ നിയമസഭയിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇത് നിയമസഭാ കക്ഷി യോഗത്തിൽ പറയേണ്ടതല്ലേ എന്ന് പറഞ്ഞു. ശരി, ഓക്കെ, നിയമസഭാ കക്ഷി യോഗത്തിൽ വിശദീകരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിൻ്റെ മുന്നിലും ഉമ്മൻചാണ്ടി എൻ്റെ വാതിലടച്ചു. ഇനി എനിക്ക് എന്താണ് ഒരു മാർഗം? എനിക്ക് ജനകീയ കോടതിയിൽ പറയാം എന്നൊക്കെ പറയാം, പക്ഷെ ജനങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായിട്ടുണ്ട്. പോരാട്ടത്തിന് ആരുടെയും പിന്തുണ സ്വീകരിക്കും. ഒരു സ്വതന്ത്രനെ ജയിപ്പിക്കാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. പാർട്ടി മാറണോ മുന്നണി മാറണോ എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. BJP-യിലേക്ക് പോകുമെന്ന വാർത്തകൾ വാസ്തവവിരുദ്ധമാണ്. എന്നാൽ അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ തന്നെ VS-ഉം പിണറായിയും BJP-യും പിന്തുണച്ചെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. 21 മന്ത്രിമാർക്കും ചുറ്റുവട്ടക്കാർക്കുമല്ലാതെ സർക്കാരിനെ കൊണ്ട് ആർക്കും ഗുണമില്ല എന്നും ഗണേഷ് കുറ്റപ്പെടുത്തി. റിപ്പോർട്ടർ, കൊല്ലം. ഈ വിഷയമാണ് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, പൊതുമരാമത്ത് വകുപ്പിനെതിരെ മാത്രമല്ല UDF സർക്കാരിന് എതിരെ മന്ത്രിസഭയ്ക്കാകെ തന്നെ എതിരെ ഗണേഷ് കുമാർ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇടതുപക്ഷത്തിൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമോ അദ്ദേഹത്തിന്? അഴിമതിക്കെതിരായ സമരത്തിൽ ആര് രംഗത്ത് വന്നാലും അഴിമതി വിരുദ്ധ സമരക്കാരോടൊപ്പം LDF ഉണ്ടാകും. ഇവിടെ ഗണേഷ് കുമാർ ഈ മന്ത്രിസഭയിലുണ്ടായിരുന്ന ഒരു അംഗമാണ്. അദ്ദേഹം നിയമസഭയിൽ ചില ആരോപണങ്ങൾ ഉന്നയിച്ചതിനെ മിനിമൈസ് ചെയ്തുകൊണ്ട് അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് മുഖ്യമന്ത്രിയും UDF-ഉം എടുത്തത് അത് വളരെ മോശമായിപ്പോയി. ഗൗരവപൂർവ്വം അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതായിരുന്നു. അന്വേഷിച്ച് അത് ഉദ്ദേശിച്ചത് കണ്ടെത്താനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ് ഉണ്ടായിരുന്നു. ഗവൺമെൻറ് അത് ചെയ്തില്ല. ഗണേഷ് കുമാറിനെ അതിൻ്റെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാണ് അവർ എടുത്ത നിലപാട്. ഇപ്പം ഗണേഷ് കുമാർ പറയുന്നത് 21 മന്ത്രിമാരും അവരുടെ സ്വന്തം സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്, അല്ല ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഭരണമല്ല നടത്തുന്നതെന്നാണ്. കൂടെ കിടന്നവർക്കാണ് രാപ്പനിയുടെ ചൂടറിയാവുന്നത്. അപ്പോൾ ശ്രീ ഗണേഷ് കുമാറിന് മനസ്സിലായി, ഈ കൂടെ ഇരിക്കുന്ന മന്ത്രിമാരെല്ലാം തന്നെ പണമുണ്ടാക്കാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരാണല്ല, രാജ്യ താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല, ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ നമുക്ക് താല്പര്യമില്ലാതെ അദ്ദേഹത്തിന് ബോധ്യമായി. ആ നിലയിലാണ് അദ്ദേഹം ഒന്ന് പരസ്യമായി പറയാൻ, പത്രസമ്മേളനം വിളിച്ച് പറയാൻ നിർബന്ധമായിരിക്കുന്നത്. അദ്ദേഹം CBI അന്വേഷണത്തിന് പോലും താല്പര്യം കാണിച്ചിരിക്കുന്നു. ഇതെല്ലാം ഈ ഗവൺമെൻറ്റിന് ഏൽക്കാവുന്ന ഏറ്റവും വലിയ ആഘാതമാണ്. പുറത്ത് നിൽക്കുന്നവരാരും അല്ല ഇത് പറയുന്നത്, പ്രതിപക്ഷ പാർട്ടികളല്ല പറയുന്നത്. UDF-ൽ തന്നെയുള്ള ഘടകകക്ഷിയുടെ ക്യാബിനറ്റിലെ മന്ത്രിയായിരുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇപ്പോൾ ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിക്കുന്നത്. ഇതേക്കുറിച്ച് മുഖ്യമന്ത്രി മറുപടി പറയണം. അതുപോലെ തന്നെ ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങളുടെ ശബ്ദം ഉയർത്തുമെന്ന് പറയുന്ന KPCC പ്രസിഡന്റ് ശ്രീ VM സുധീരൻ ഇതിനെക്കുറിച്ച് പ്രതികരിക്കണം. ഈ ഗവൺമെൻറ്റിൻ്റെ സ്വഭാവം എന്താണെന്ന് വ്യക്തമാക്കുന്നതാണ് ഗണേഷ് കുമാറിൻ്റെ പരാമർശനങ്ങൾ. ഇത് അതീവ ഗൗരവതരമാണ്. ഗണേഷ് കുമാർ പറയുന്ന ആക്ഷേപങ്ങളിലൊക്കെ അദ്ദേഹം ഉറച്ചു നിൽക്കാൻ തയ്യാറാണെങ്കിൽ അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും നൽകും. അത് ഗണേഷ് കുമാർ എന്ന് മാത്രമല്ല, ഏത് വ്യക്തി ഈ ഗവൺമെൻറ്റിൽ പങ്കാളിത്തം വഹിക്കുന്നവർ ആ ഗവൺമെൻറ് അവർക്ക് പൊറുതിമുട്ടി പുറത്തു വന്നുകൊണ്ട് ആ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നുവോ അവരോടെല്ലാം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു സമീപനമായിരിക്കും LDF-ന് എടുക്കാൻ സാധിക്കുക. അത് ഗണേഷ് കുമാറിൻ്റെ കാര്യത്തിലും അത് തന്നെ ഉണ്ടാകും. അതാണ് ഗണേഷ് കുമാർ തന്നെ പറയുകയുണ്ടായത്. വ്യക്തമാണ് താങ്കളുടെ നിലപാട്. അഡ്വക്കേറ്റ് ജയശങ്കർ, അരി വെന്തോ എന്നറിയാൻ എല്ലാ ചോറും ഞെക്കി നോക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈ മന്ത്രിസഭ ആകെ തന്നെ അഴിമതിയുടെ കൂടാരമാണ് എന്നാണ് ഗണേഷ് കുമാർ ഇന്ന് പറയുന്നത്. പൊതുമരാമത്ത് വകുപ്പിനെതിരെ മാത്രമല്ല, 21 മന്ത്രിമാർക്കും അവരോടൊപ്പം നിൽക്കുന്നവർക്കും മാത്രമാണ് ഈ സർക്കാരിനെ കൊണ്ട് ഗുണമുള്ളൂ, മറ്റാർക്കും ഒരു ഗുണവുമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഗണേഷ് കുറച്ചുകൂടി കടന്ന് കാര്യങ്ങൾ വാർത്താസമ്മേളനം വിളിച്ച് പറയുകയാണ്. ഇതെന്ത് രാഷ്ട്രീയ മാറ്റത്തിലേക്കാണ് നയിക്കുക?
അല്ല, ഇത് രാഷ്ട്രീയ മാറ്റമല്ല, രാഷ്ട്രീയ നാറ്റമാണ്. കാരണം എന്താ വെച്ചാൽ ഈ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന ആളാണ് ശ്രീ ഗണേഷ് കുമാർ. അദ്ദേഹം വനം വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നില്ല, അല്ലെങ്കിൽ അഴിമതിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന കാരണത്താലാണ് അദ്ദേഹത്തിനെതിരെ പല ആരോപണങ്ങളും ഉണ്ടായി. നിർഭാഗ്യകരമായ ചില സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിനകത്തുണ്ടായി എന്നുള്ള സത്യമാണ്. എങ്കിൽ പോലും അത് ഒരു പരിധിക്കപ്പുറത്തേക്ക് ഊതിപ്പെരിപ്പിച്ചതും അതൊരു വലിയ ആഗോള വിഷയമാക്കിയതും ഒക്കെ മുന്നണിക്കകത്ത് തന്നെയുള്ള ആളുകളാണല്ലോ, മുന്നണിക്ക് പുറത്തുള്ള ആളുകളല്ല. അദ്ദേഹത്തിന്റെ കുടുംബത്തിനകത്തുള്ള പ്രശ്നങ്ങൾ ഉയർത്തി അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിക്കുന്നതിനും അങ്ങനെ സ്ഥാപിത താല്പര്യക്കാർക്ക് വനം വകുപ്പിൽ പിടിമുറുക്കുന്നതിനുമുള്ള സാഹചര്യം ഉണ്ടായി. അത് മാത്രമല്ല, ഇപ്പോൾ മന്ത്രിമാരെ സംബന്ധിച്ച് അഴിമതി ആരോപണം ഇല്ലാത്ത മന്ത്രിമാർ എനിക്ക് തോന്നുന്നത് ഒരു കൈയിന്റെ വിരൽ കൊണ്ടെണ്ണാം. 3-4 പേരൊഴിച്ച് മറ്റുള്ളവരെല്ലാവരും തന്നെ, ഒരുപക്ഷെ PJ ജോസഫോ അല്ലെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ അങ്ങനെ 2-3 പേരെ ഒഴിച്ചാൽ ബാക്കി എല്ലാവരും തന്നെ അഴിമതി ആരോപണ വിധേയരാണ്. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയാണെങ്കിൽ അഴിമതിയിൽ ആറാടി മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ്. അദ്ദേഹം 1 കോടി രൂപ വിളിച്ചു വരുത്തി കൈക്കൂലി മേടിച്ചു എന്നാണ് ആരോപണം. അത് വേറെ ആരോപണമല്ല. അദ്ദേഹത്തിന് ഇപ്പോൾ വിജിലൻസ് കേസിൽ 1-ാം പ്രതിയായിട്ട് നിൽക്കുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് തുടരും എന്ന് പ്രഖ്യാപിക്കുന്നു. അദ്ദേഹത്തിന് മന്ത്രിസഭയും മുന്നണിയും ഒരുപോലെ പിന്തുണ നൽകുന്നു. എല്ലാത്തിലും ഭയങ്കരമായിട്ടുള്ളത് ആദർശത്തിന്റെ ആൾരൂപമായിട്ടുള്ള നമ്മുടെ KPCC പ്രസിഡന്റ് അദ്ദേഹം യാതൊരു ലജ്ജയും കൂടാതെ KM മാണിയെ പോലെ അഴിമതിക്കാരനായ ഒരാളെ പിന്താങ്ങുന്നു. KM മാണി അഴിമതിക്കാരനാണെന്നുള്ള ലോകപ്രസിദ്ധമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴേ ആരോപണം ഉണ്ടായുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ആദ്യം മന്ത്രിയാവുന്ന സമയം മുതൽക്ക് തന്നെ വിഭവ സമാഹരണത്തിൽ വലിയ വിരുത് കാണിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ളതായ KM മാണിയെ വരെ പിന്താങ്ങുന്ന ഒരു നിലയിലേക്ക് നമ്മുടെ KPCC പ്രസിഡന്റ് ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഗണേഷ് കുമാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നത്. ഗണേഷ് കുമാർ മന്ത്രിക്കെതിരായിട്ടുള്ള ആരോപണം ഉന്നയിച്ചത്. മന്ത്രിക്കെതിരെയാണ് ആരോപണം ഉന്നയിക്കാൻ വരുന്നത്. പക്ഷെ അദ്ദേഹം ഉന്നയിച്ചത് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ചില പുങ്കവന്മാരെ കുറിച്ചാണ്. പ്രത്യേകിച്ചും സൂരജിനെ പോലെ കൈക്കൂലിക്കാരനായ ഒരാൾ വിജിലൻസ് കേസിൽ പ്രതിയായി സസ്പെൻഷനിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു ആരോപണത്തിന്റെ സാങ്കത്യമുണ്ട്. ആരോപണം എഴുതി തന്നാൽ അന്വേഷിക്കാമെന്ന് പോലും അല്ല പറഞ്ഞത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷണം നടത്താതെ മന്ത്രിയെയും പേഴ്സണൽ സ്റ്റാഫിനെയും സംരക്ഷിച്ചുകൊണ്ട് അഴിമതി ആരോപണം ഉന്നയിച്ച ഗണേഷ് കുമാറിനെ UDF നിയമസഭാ കക്ഷിയിൽ ഇനി വിളിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്ന ഒരു നിലയിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഈ കള്ളന്മാർക്ക് കുടപിടിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. ഇവിടെ ശരിക്കും ഭരിക്കുന്നത് മന്ത്രിസഭയല്ല, 21 അംഗങ്ങളുള്ള ഒരു കൊള്ള സംഘമാണ്. ആ കൊള്ള സംഘത്തിന്റെ തലവനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അഡ്വക്കേറ്റ് ജയശങ്കർ, അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ CBI അന്വേഷണം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിയെ കാണാൻ നിവേദനം നൽകും, അതുപോലെ കോടതികളെ സമീപിക്കും, ലോകായുക്തയ്ക്ക് മുന്നിൽ തെളിവ് നൽകും. CBI അന്വേഷണം വന്നു കഴിഞ്ഞാൽ എല്ലാ തെളിവുകളും ഉൾക്കൊള്ളുന്ന ഫയൽ നൽകും. അങ്ങനെ വരുമ്പോൾ അതൊരു ബോംബായി മാറും. ഇതാണ് ഗണേഷ് കുമാർ പറയുന്നത്. അപ്പോൾ അദ്ദേഹം അതേസമയം പറയുന്നു താനും തൻ്റെ പാർട്ടിയും ഇപ്പോഴും UDFിൽ തന്നെയാണ് എന്ന് കൂട്ടിച്ചേർക്കുന്നു. VSൻ്റെയും പിണറായിയുടെയും BJPയുടെയും പിന്തുണ ഇതിന് വന്നിട്ടുണ്ട്. ആ പിന്തുണ ഏത് ഭാഗത്തു നിന്നാണെങ്കിലും സ്വീകരിക്കുമെന്നും വ്യക്തമാക്കുന്നു. ഇനിയിപ്പോൾ UDFിൽ ഈ രീതിയിൽ പുറത്ത് വാർത്താസമ്മേളനം നടത്തി, നിയമസഭയിൽ പറഞ്ഞു, ഇനി ലോകായുക്തയ്ക്ക് മുന്നിൽ തെളിവ് നൽകുന്നു, മോദിയെ കണ്ട് നിവേദനം നൽകാൻ പോകുന്നു. UDFിൽ ഈ രീതിയിൽ ഗണേഷ് കുമാർ ഇനി തുടരുമോ? അങ്ങനെ തുടർന്നുകൊണ്ട് പ്രയോജനമുണ്ടോ? അല്ല, UDFിൽ അദ്ദേഹത്തിന് ഇനി തുടരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം അദ്ദേഹം വേറെ എന്തെങ്കിലും കാര്യത്തിലാണ് ഘടകകക്ഷികളുമായിട്ട് അലമ്പുണ്ടാക്കുന്നതെങ്കിൽ അത് സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തത്. കാരണം പലപ്പോഴും ഘടകകക്ഷികൾ തമ്മിൽ ഇത്തരം അസ്വാരസ്യം ഉണ്ടായിട്ടുണ്ട്. പഞ്ചാബ് മന്ത്രിയെ സംബന്ധിച്ച് തർക്കമുണ്ടായപ്പോൾ കോൺഗ്രസ്സുകാരും ലീഗ് തമ്മിൽ ഏറ്റുമുട്ടി കോൺഗ്രസ്സുകാർ ലീഗുകാരെ ആക്ഷേപിച്ചു. ലീഗുകാർ തിരിച്ച് ആര്യാടൻ മുഹമ്മദിന്റെ മുഖവും ഒരു നായയുടെ ഉടലുമായിട്ടുള്ള ഫ്ലെക്സ് രമേശ് ചെന്നിത്തലയുടെ വീട്ടുപടിക്കൽ ജാഥ നടത്തി. അതുപോലെ NSS ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ഇങ്ങനെയൊക്കെ ഉണ്ടായി. ഇതൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടാവും. പക്ഷെ അതുപോലെയല്ല, ഇവിടെ അഴിമതിയെ സംബന്ധിച്ചാണ് ഒരു വിവാദം ഉണ്ടായിട്ടുള്ളത്. അതായത് ഘടകകക്ഷികളും മന്ത്രിമാരെ എല്ലാവരും അഴിമതി നടത്തുന്നു എന്നൊരാൾ ആരോപിക്കുമ്പോൾ, കാരണം ഈ അഴിമതിക്കാരാണല്ലോ ഭൂരിപക്ഷം, അവർ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരാളെ വെച്ചു പൊറപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് മറ്റൊരു അസ്വാരസ്യമല്ല. ഗണേഷ് കുമാറിന് അധികകാലം ഒന്നും UDFിൽ തുടരാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. ദയവായി തുടരുക. ശ്രീ ജേക്കബ് ജോർജ്, പൊതുമരാമത്ത് വകുപ്പിലെ അഴിമതിക്കെതിരെ പറഞ്ഞു തുടങ്ങിയ ഗണേഷ് കുമാർ ഇന്നിപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി ഒരു കത്ത് ചോദിച്ചു വാങ്ങി, അതിനുശേഷം ആ കത്ത് കണ്ടില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കാൻ മുഖ്യമന്ത്രി തിടുക്കം കാട്ടി. മുഖ്യമന്ത്രിയിലുള്ള അവിശ്വാസം ഗണേഷ് കുമാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. 21 മന്ത്രിമാരും അതിൻ്റെ ബന്ധുക്കളും മാത്രം ഉൾക്കൊള്ളുന്ന ഒരു ഭരണമായി ഇതിനെ കാണുന്നു.
ഇത് അഴിമതി ഭരണമായി വിലയിരുത്തുന്നു. അതിനുശേഷം അദ്ദേഹം പറയുന്നു ഒരു സ്വതന്ത്രനെ ജയിപ്പിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയും എന്ന്. എങ്ങോട്ടാണ് ഗണേഷ് കുമാറിൻ്റെ നീക്കം? പ്രകാശ്, നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഗണേശ് BJP-യിലേക്കാണോ ഇടതു മുന്നണിയിലേക്കാണോ എന്ന ചോദ്യം തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ഗണേഷ് കുമാർ ഇപ്പോൾ UDF-ൽ ഇല്ല. അത് തന്നെ എന്ന് തന്നെ വേണം പറയാൻ. UDF-ൽ ഇല്ല. ഗണേശിനെ ഒരു UDF അംഗമായിട്ട് മുഖ്യമന്ത്രിയോ ഘടകകക്ഷികൾ ആരെങ്കിലുമോ കാണുന്നതായിട്ടും എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഗണേശ് ഇനി എങ്ങോട്ട് എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ വെറുതെ ഗണേശ് ഇറങ്ങിപ്പോകുന്ന ലക്ഷണമില്ല ഇപ്പോഴത്തെ സൂചനകൾ കണ്ടിട്ട്. കാര്യമായിട്ടൊരു അല കലക്കിയിട്ടേ ഗണേശ് പോകാൻ സാധ്യതയുള്ളൂ. അതിന് ഗണേശിന്റെ 2 ക്രെഡിബിലിറ്റി ഉണ്ട്. 2 ഘടകങ്ങൾ അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഒന്ന്, അദ്ദേഹം അഴിമതിക്കാരനായ മന്ത്രി ആയിരുന്നില്ല എന്നുള്ളതാണ്. വളരെ അസാധാരണമായ ഒരു ബഹുമതിയാണ്. ഒരിക്കലും ഏതെങ്കിലും തരത്തിൽ ഒരു അഴിമതിയോ കൈക്കൂലിയോ നടത്തിയിട്ടുണ്ട് അദ്ദേഹം എന്ന് ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു പേരുദോഷം ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു പ്രതിച്ഛായ ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ഒരു പ്രഗത്ഭനായ മന്ത്രിയായിരുന്നു. തന്റെ വകുപ്പിനെ കാര്യമായിട്ട് ശ്രദ്ധിച്ചു. നിസ്സാരമായ കാര്യങ്ങളിൽ പോലും അദ്ദേഹം ഇടപെട്ടു. ഫലപ്രദമായ ഭരണം നടത്തി. ഈ 2 ഘടകങ്ങളും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് പോലും മനസ്സിൽ സന്തോഷമുണ്ടാക്കിയ കാര്യമാണ്. അതുകൊണ്ടാണ് ഗണേശിനെ തിരിച്ചെടുക്കണം എന്ന് ഉമ്മൻചാണ്ടി ആഗ്രഹിച്ചത്. ഈ ഒരു 2 ക്രെഡിബിലിറ്റി ഫാക്ടർ വെച്ചുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഇനി ഗണേഷ് കുമാർ ഒരു കലഹത്തിന് ഉരുമ്പിടുക. മൂന്നാമതൊരു നെഗറ്റീവ് പോയിന്റ് ഉള്ളത്, ഗണേശിന്റെ മനസ്സിൽ രാഷ്ട്രീയമില്ല എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അല്ല അദ്ദേഹം. ഇപ്പൊ ഒരു സിനിമാക്കാരന്റെ ഗ്ലാമറും വേഷവും ഒക്കെ ആയിട്ടാണ് നടക്കാൻ ഗണേശിന് ആഗ്രഹമുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് എങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാം എന്നുള്ളതാണ് ഗണേശിന്റെ നോട്ടം എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെ ആകുമ്പോഴത്തേക്ക് രാഷ്ട്രീയമായിട്ട് സ്വതന്ത്രൻ എന്ന് പറയുമ്പോൾ എങ്ങനെ സ്വതന്ത്രൻ, ഇപ്പൊ ഇടതുമുന്നണിയിൽ പോയാലും ഒരുപക്ഷെ സ്വതന്ത്രമായിട്ടായിരിക്കും. സ്വതന്ത്രൻ എന്ന് ഗണേശ് പറയുമ്പോൾ ഒരുപക്ഷെ അച്ഛനുമായിട്ടുള്ള ബന്ധം വേർപെടുത്തിയിട്ടാവാനും സാധ്യതയുണ്ട്. ഇതെല്ലാം കൂടി നമ്മൾ ഈ തരണത്തിൽ കാണേണ്ടതാണ്. ശ്രീ ജേക്കബ് ജോർജ്, പക്ഷേ ഇതിൽ ബാലകൃഷ്ണപിള്ള അദ്ദേഹം പാർട്ടി നേതാവ് എന്ന നിലയിൽ അദ്ദേഹം പറയുന്നു മറ്റൊരു മുന്നണിയിലേക്ക് പോകുന്ന കാര്യമോ അല്ലെങ്കിൽ UDF ഇടുന്ന കാര്യം ഇതൊന്നും തന്നെ പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല, തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ആർ ബാലകൃഷ്ണപിള്ള എന്ന ഒരു ഫാക്ടർ അതവിടെ നിൽക്കുകയാണ് UDF-ൻ്റെ സ്ഥാപകൻ എന്ന നിലയിൽ. ഇടതുമുന്നണിക്കാകട്ടെ ഇപ്പോൾ അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുള്ള ഗണേഷ് കുമാറിനോട് ഉള്ള അതേ സമീപനം ഒരു പക്ഷേ ആർ ബാലകൃഷ്ണപിള്ളയോട് സ്വീകരിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. BJP-യുടെ കാര്യത്തിൽ BJP ഇന്നലെ പരസ്യമായി അഴിമതി വിരുദ്ധ പോരാട്ടത്തിൽ ഗണേഷിനെ മാലയിട്ട് സ്വീകരിക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് ഗണേഷ് പറഞ്ഞത് അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാക്കളും അദ്ദേഹത്തോട് ഇക്കാര്യം സംസാരിച്ചിട്ടില്ല. ഇപ്പോഴും UDF-ലും ആ മുന്നണിയിൽ തന്നെയാണ്, അതിൽ മാറ്റം വന്നിട്ടില്ല എന്നാണ്. പക്ഷേ മോദിയെ കാണാൻ പോകുന്നു, മോദിക്ക് നിവേദനം നൽകാൻ പോകുന്നു, ഈ സർക്കാരിനെതിരെ നിയമ പോരാട്ടത്തിനൊരുങ്ങുന്നു, ലോകായുക്തയ്ക്ക് മുന്നിൽ തെളിവ് കൊടുക്കാൻ പോകുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു രാഷ്ട്രീയ നിലപാട് ഗണേഷ് കുമാറും ആർ ബാലകൃഷ്ണപിള്ളയും പാർട്ടിയും അതിൻ്റെ MLA-യും സ്വീകരിക്കേണ്ടി വരില്ലേ? അത് ബാലകൃഷ്ണപിള്ളയുടെ രാഷ്ട്രീയ രീതികൾ, പ്രവർത്തന രീതികൾ, ബാലകൃഷ്ണപിള്ളയും ഗണേഷ് കുമാറും തമ്മിലുള്ള ബന്ധം, ഇതെല്ലാം വച്ച് നോക്കുമ്പോൾ എത്രത്തോളം സുഗമമാണ് ആ സ്വതന്ത്രൻ എന്ന ആ ഒരു പട്ടത്തിലേക്ക് എത്തുക? അതല്ലെങ്കിൽ LDF-നോടോ BJP-യോടോ ഒരു ചായ്വ് പുലർത്തുക? അല്ല പ്രകാശ്, ഗണേശിനെ ഒരു നല്ല പ്രതിച്ഛായ ഉണ്ടെങ്കിലും അതിൽ പങ്കുപറ്റാനൊന്നും ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് അർഹതയില്ല. അതാണ് എന്റെ സത്യം. ആർ ബാലകൃഷ്ണപിള്ളയെ കുറിച്ച് ഒരു നല്ല മതിപ്പ് കേരളത്തിലെ പൊതുജനങ്ങൾക്കില്ല, പൊതുസമൂഹത്തിനില്ല. എന്നാൽ ഗണേശിനുണ്ട് താനും. ഗണേശിനെ കുറിച്ചൊരു നല്ല മതിപ്പ് പൊതുവെ പൊതുസമൂഹത്തിലുണ്ട്. രണ്ടാമതൊരു കാര്യം പറയാവുന്നത്, ഗണേശിന് ഒരു ബാധ്യതയാണ് സ്വന്തം പിതാവ് കൂടിയായ ബാലകൃഷ്ണപിള്ള. അത് കഴിഞ്ഞ ഈ 3-4 വർഷക്കാലവും ഗണേശിന്റെ വലിയ ബാധ്യതയായിരുന്നു ബാലകൃഷ്ണപിള്ള. പല സമ്മർദ്ദങ്ങളും ഗണേശ് മകന്റെ മുമ്പിൽ ചെലുത്തി. അതൊന്നും അദ്ദേഹം നടപ്പാക്കാൻ കൂട്ടാക്കിയില്ല. അതുകൊണ്ട് അപ്പനും മകനും തമ്മിൽ ശത്രുത വളർന്നു. ആ ശത്രുതയുടെ ഭാഗമായി കുടുംബത്തിലുണ്ടായ അന്തഛിദ്രത്തെ തുടർന്ന് ഗണേശിനെ പുറത്തിറക്കി വിട്ടത് സ്വന്തം പിതാവ് ബാലകൃഷ്ണപിള്ളയാണെന്ന് തന്നെ ഓർക്കണം. അപ്പോൾ ഗണേശിന് ഒരു ബാധ്യതയാണ് ആർ ബാലകൃഷ്ണപിള്ള. ഈ ബാധ്യത അദ്ദേഹം ചുമക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ബാധ്യത തലയിൽ വെച്ചുകൊണ്ട് എവിടെ ചെന്നാൽ ഇടതുമുന്നണിയിൽ ചെല്ലാൻ പറ്റുമോ, BJP-യിൽ ചെല്ലാൻ പറ്റുമോ? അതുകൊണ്ടാണ് അദ്ദേഹം സ്വതന്ത്രനായി ഒരു സ്ഥാനാർത്ഥി നിൽക്കുന്ന കാര്യം സൂചിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ദയവായി തുടരുക. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഗണേഷ് കുമാറിൻ്റെ അഴിമതി വിരുദ്ധ പോരാട്ടത്തോട് നിങ്ങൾക്ക് യോജിക്കാം, ആ പോരാട്ടവുമായി നിങ്ങൾക്ക് ചേർന്ന് പോകാം. പക്ഷേ ആർ ബാലകൃഷ്ണപിള്ള പാർട്ടി നേതാവ് ഇപ്പോഴും പറയുന്നു UDF-ൽ തന്നെയാണ് ആ പാർട്ടി, UDF-ഉമായിട്ടാണ് അതിന് ബന്ധം.
മറ്റൊരു കാര്യം ആലോചിച്ചിട്ടില്ല എന്ന്. ബാലകൃഷ്ണപിള്ളയുമായി ചേർന്നുകൊണ്ട് ഗണേഷ് ഇപ്പോൾ പ്രവർത്തിക്കുമ്പോൾ എത്രത്തോളം ഇടതുമുന്നണിക്ക് ഗണേഷിൻ്റെ അഴിമതി വിരുദ്ധ പോരാട്ടത്തിൽ ഗണേഷിനെ ഒപ്പം നിർത്താൻ കഴിയും? അല്ല, ശ്രീ ബാലകൃഷ്ണപിള്ളയുടെ നിലപാട് തന്നെയാണ് ഗണേഷ് കുമാറിനെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. ഗണേഷ് കുമാർ ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ അഴിമതിക്കെതിരായിട്ടുള്ള ഒരു തുറന്ന യുദ്ധമാണ് ആരംഭിച്ചിരിക്കുന്നത്. അവിടെ തന്നെയാണ് ഗണേഷ് കുമാർ ഉറച്ചു നിൽക്കുന്നതെങ്കിൽ, ഇവിടെ നേരത്തെ എൻ്റെ സ്നേഹിതൻ ജേക്കബ് ജോർജ് ചൂണ്ടിക്കാണിച്ച പോലെ ബാലകൃഷ്ണപിള്ളയും ഗണേഷ് കുമാറും തമ്മിൽ വ്യത്യാസമുണ്ട്. ഗണേഷ് കുമാർ അവിടെ ഉറച്ചു നിന്നാൽ അദ്ദേഹത്തിൻ്റെ നിലപാടിന് ഇടതുപക്ഷ മുന്നണി പിന്തുണ നൽകും. ബാലകൃഷ്ണപിള്ളയെ സംബന്ധിച്ചിടത്തോളം UDF വിട്ട് വരില്ലെന്നാണ് പറയുക. ഇവിടെ അദ്ദേഹത്തിൻ്റെ മകൻ എന്നുള്ളതിനേക്കാൾ ഉപരി അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രതിനിധിയായ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ MLA UDF അതിൻ്റെ നിയമസഭാ കക്ഷിയിൽ നിന്ന് അവർ പുറത്താക്കിയിരിക്കുന്നു. അപ്പോൾ ഗണേഷ് കുമാറിന് ഇനി അവിടെ നിൽക്കാനൊക്കെ ഒരു സ്വതന്ത്ര വേഷം ധരിക്കാനേ അദ്ദേഹത്തിന് കഴിയുള്ളൂ. ഈ പറഞ്ഞതുപോലെ ഗണേഷ് കുമാറിന് ഒരു പ്രതിച്ഛായയുണ്ട്. അദ്ദേഹം അഴിമതി നടത്തിയ ഒരു മന്ത്രിയാണെന്ന് ആരും പറഞ്ഞിരുന്നില്ല, പ്രതിപക്ഷവും പറഞ്ഞിരുന്നില്ല. വ്യക്തിപരമായ കുടുംബ പ്രശ്നങ്ങളുടെയൊക്കെ പേരിലാണ് UDF അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയത്. അത് അവർക്ക് വേറെ ചില താല്പര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് ഗണേഷ് കുമാർ ഇപ്പോൾ എടുത്തിരിക്കുന്ന അഴിമതിക്കെതിരായ ശക്തമായ നിലപാട് അത് അദ്ദേഹം തുറന്നു പറയാൻ തയ്യാറാകുകയും കോടതിയുടെ മുമ്പിൽ തെളിവുകൾ കൊടുക്കുമെന്നൊക്കെ പറയുകയും ചെയ്യുമ്പോൾ അത് നിസ്സാരമായി കാണാൻ നമുക്ക് ആർക്കും കേരളത്തിലുള്ള ഒരാളിനും സാധിക്കില്ല. ആ നിലപാടിൽ തന്നെ ഗണേഷ് കുമാർ ഉറച്ചു നിന്നാൽ അദ്ദേഹത്തിന് അഴിമതി വിരുദ്ധ അനുഭവമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വ്യക്തികളുമൊക്കെ അദ്ദേഹത്തിന് പിന്തുണ നൽകും. അദ്ദേഹം ഇതിൽ നിന്ന് ചാഞ്ചാടുന്നെങ്കിൽ മാത്രമേ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വരൂ. എന്തായാലും ഇത്രയും ഗൗരവതരമായ ഒരു സ്ഥിതിവിശേഷം UDF വന്നിട്ട് ശ്രീ ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയ്ക്കെതിരായി വന്നിട്ട് അതിനെ വെള്ളപൂശാൻ നടക്കുന്ന ശ്രീമാൻ സുധീരനും മറ്റും ഒരു അക്ഷരം പ്രതികരിക്കാതിരിക്കുന്നത്, മൗനം പാലിക്കുന്നത് ഈ അഴിമതിക്കെല്ലാം കൂട്ടുനിൽക്കുന്ന ഒരു നിലപാടായി ജനങ്ങൾ ചിത്രീകരിച്ചാൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. ചില തെളിവുകൾ ഉൾപ്പെടെ ഏറെ കാര്യങ്ങൾ ഗണേഷിൻ്റെ കയ്യിലുണ്ട് എന്ന് പൊതുവിൽ വിശ്വസിക്കുമ്പോൾ ഗണേഷ് പുറത്തേക്കൊരു ക്യാമ്പയിനുമായി ഇറങ്ങിയാൽ അത് UDF മന്ത്രിസഭയെ എത്രത്തോളം ബാധിക്കും? അല്ല, ഇവിടെ ഈ മദ്യനയമാണ് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മദ്യനയത്തിൽ മാറ്റം വരുത്തണം എന്ന നിലപാട് ഉമ്മൻചാണ്ടി എടുക്കുമ്പോൾ അതിന് മന്ത്രിസഭയ്ക്കകത്ത് മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നാണ് സാധാരണ രീതിയിൽ എതിർപ്പുണ്ടാകുന്നത്. അങ്ങനെ ഒരു എതിർപ്പുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് TO സൂരജിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയതും മുസ്ലിം ലീഗ് മന്ത്രിമാരെ സമ്മർദ്ദത്തിലാക്കിയതും. അടുത്ത റെയ്ഡ് എവിടെയായിരിക്കും, ഏത് മന്ത്രിയുടെ വീട്ടിലായിരിക്കും എന്ന് ഊഹിക്കുന്നത്. അപ്പോൾ TO സൂരജ് കുടുങ്ങിയാൽ പിന്നെ അടുത്തായിട്ട് കുടുങ്ങാൻ പോകുന്ന ആരായിരിക്കും എന്ന് ഞാൻ പറയേണ്ടതില്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. അങ്ങനെ ഒരു സന്ദർഭത്തിൽ മുസ്ലിം ലീഗുകാരുടെ പ്രതിരോധം ദുർബലമാകുകയും മദ്യനയത്തിൽ മാറ്റം വരുത്തുന്നതിന് അവർ എതിർക്കാതിരിക്കുകയും ചെയ്യും. അതിപ്പോൾ അടുത്ത ദിവസം സംഭവിക്കാൻ പോകുന്ന കാര്യം. KM മാണിയെ കൊടുക്കുന്നതിന്റെ പുറകിലും ഉള്ള ഉദ്ദേശം ഇത് തന്നെയാണ്. ബിജു രമേശിന്റെ പുറകിൽ ഉമ്മൻചാണ്ടിയും അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകളാണെന്നുള്ള കാര്യത്തിൽ കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന ആർക്കും ഒരു സംശയമില്ല. കാരണം എന്താ വെച്ചാൽ അഴിമതിക്കെതിരായിട്ടാണ് ബിജു രമേശിന്റെ പ്രയാസമെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും എക്സൈസ് മന്ത്രിക്കെതിരായിട്ട് ആരോപണം ഉന്നയിക്കുമായിരുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരായിട്ട് തന്നെ ആരോപണം ഉന്നയിക്കുമായിരുന്നു. അദ്ദേഹം KM മാണിക്കെതിരെ ആരോപണം ഉന്നയിച്ചതിന്റെ പുറകിലുള്ള ചെയ്ത വിചാരം KM മാണിയെയും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന അദ്ദേഹത്തിന് പിന്നിൽ നിൽക്കുന്ന കത്തോലിക്ക മെത്രാന്മാരെ എതിരാക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് മെത്രാന്മാരായിരുന്നു ഇവരുടെ ഉദ്ദേശം. അതിന് മെത്രാന്മാർക്ക് വലിയ എതിർപ്പൊന്നുമില്ല. പ്രായോഗികമായ മാറ്റങ്ങൾ വരുത്തുന്നതിന് അവരാരും ഇന്ന ദിവസം വരെ എതിർത്ത് കണ്ടില്ല. ചില്ലറ ചില പ്രതിഷേധ സ്വരങ്ങളൊക്കെ ഈ ചാനലിൽ ചർച്ചയിനിടയിൽ ചില വൈദികന്മാർ ഉയർത്തിയെന്നത് ഞാൻ മറക്കുന്നില്ല. അപ്പൊ ഇതിലെ യഥാർത്ഥമായ സംഗതി എന്താ വെച്ചാൽ മദ്യനയത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതിന് മുസ്ലിം ലീഗിനെയും കത്തോലിക്ക മെത്രാന്മാരെയും ഒതുക്കുകയും PM സുധീരനെ നിസ്തേജനാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഉമ്മൻചാണ്ടി വിജയിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ പൈസ എത്രയാണെന്ന് വെച്ചാൽ കണക്ക് പറഞ്ഞ് ഭാരകാരുടെ അടുത്ത് മരിച്ചാൽ ആ പ്രശ്നം തീരും. അതുകൊണ്ടാണ് ഗണേഷ് കുമാറിന്റെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മുസ്ലിം ലീഗ് കൂടുതൽ പ്രശ്നത്തിലാകുകയാണ്. ഇത് സത്യത്തിൽ ഈ ഗണേഷ് കുമാറിന്റെ പടപ്പുറപ്പാണ് ഉമ്മൻചാണ്ടിക്ക് ഏറ്റവും അവസാനം സഹായകരമായിട്ട് മാറുക എന്നെനിക്ക് തോന്നുന്നു. അഡ്വക്കേറ്റ് ജയശങ്കർ, ഈ കാര്യത്തിൽ ഇപ്പോൾ BJP ഗണേഷിനെ ക്ഷണിച്ചിരിക്കുന്നു. എത്രത്തോളം UDFൽ ഒരു മന്ത്രിയാകുക, അതിലിനി ഒരു തുടരുക, അത് തന്നെ ഒരു അനിശ്ചിതാവസ്ഥയിലായിരിക്കുന്ന സാഹചര്യത്തിൽ ഗണേഷ് കുമാറിന് ഏതാണ് കൂടുതൽ സാധ്യത? LDFോ BJPയോ? എന്താണ് ആ മണ്ഡലത്തിന്റെ അവസ്ഥ? അല്ല, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉമ്മൻചാണ്ടിയും കൊടിക്കുന്നിൽ സുരേഷും കൊട്ടാരക്കരയിൽ ചെന്ന് ബാലകൃഷ്ണപിള്ളയുടെ കാല് പിടിച്ചിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ ഗണേശിന്റെ മന്ത്രിസഭയിൽ എടുക്കാം എന്ന് കൊടുത്തത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഈ പാലം കടക്കോളം നാരായണ പാലം കടന്നപ്പോൾ പൂർണ്ണ എന്ന് പറഞ്ഞ രീതിയിൽ
തെരഞ്ഞെടുപ്പ് കഴിയാൻ കൊടിക്കുന്നിൽ സുരേഷ് ജയിക്കുന്നതോടുകൂടി കൊടിക്കുന്നിൽ അത് മറന്നു, ഉമ്മൻചാണ്ടിയും മറന്നു. ഉമ്മൻചാണ്ടിക്ക് ഗണേശനെ കൊണ്ടുവരുന്ന താല്പര്യമുണ്ട് എന്ന രീതിയിലുള്ള ചില അന്വേഷണങ്ങളൊക്കെ നടത്തി. പിന്നെ മന്ത്രിസഭാ പുനഃസംഘടനയെ കുറിച്ച് നമ്മൾ കുറച്ചൊക്കെ പറഞ്ഞു കേട്ടു. ഏതായാലും അതെല്ലാം പരാജയപ്പെട്ടു, അതൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു ഉറപ്പായി. ഗണേഷ് കുമാറിനെ സംബന്ധിച്ചോളം അദ്ദേഹം ഒരു സിനിമാ നടനാണ്, മറ്റു വിധത്തിൽ സമ്പന്നനാണ്. പുള്ളിക്ക് രാഷ്ട്രീയത്തിൽ തന്നെ നിൽക്കണം എന്ന് വലിയ നിർബന്ധമുള്ള ആളല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ചേട്ടൻ പറഞ്ഞത് വളരെ ശരിയാണ്. അദ്ദേഹം പറയാത്തൊരു കാര്യം കൂടിയുണ്ട്. ബാലകൃഷ്ണപിള്ള വളരെ പൊളിറ്റിക്കലാണ്, ഗണേഷ് കുമാർ ഒട്ടും പൊളിറ്റിക്കലല്ല. അതും അങ്ങനെ യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയക്കാരനാകേണ്ട ആളല്ല. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഗുണവും അദ്ദേഹത്തിന്റെ പോരായ്മയും അത് തന്നെയാണ്. രാഷ്ട്രീയക്കാർക്കാവുമ്പോൾ പിന്നെ ഇനി ഒരുപാട് കാലം രാഷ്ട്രീയത്തിൽ നിൽക്കണം, പിന്നെയും അതിൻ്റെ അകത്തുനിന്ന് ഒരുപാട് മോഷ്ടിക്കണം, ഒരുപാട് സമ്പാദിക്കണം, അങ്ങനെ പല താല്പര്യങ്ങളുണ്ടാവും. ഗണേഷ് കുമാറിനെ സംബന്ധിച്ചുള്ള അങ്ങനെ രാഷ്ട്രീയ അത്ര വലിയ ഒരു നിർബന്ധമുള്ള കാര്യമല്ല. അദ്ദേഹം 3 തവണ അവിടെ മത്സരിച്ചു, 3 തവണയും ജയിച്ചു. അത് പൊതുജനങ്ങൾക്ക് പൊതുവെ അദ്ദേഹത്തെ കുറിച്ച് ഒരു മതിപ്പുള്ളത് കൊണ്ടാണ്. അത് ഇടതുപക്ഷക്കാർക്ക് വലിയ മേൽക്കോയ്മയുള്ള ഒരു മണ്ഡലമാണ് പത്തനാപുരം. അവിടെ ഗണേഷ് കുമാർ അല്ലാതെ ആര് മത്സരിച്ചാലും ജയിക്കുകയുമില്ല. ഗണേഷ് കുമാർ ജയിക്കുന്നത് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് അത്ര സ്വാധീനമുള്ളത് കൊണ്ടാണ്. അത് നായർ സമുദായത്തിലുമുണ്ട്, ക്രിസ്ത്യൻ സമുദായത്തിലുമുണ്ട്, വളരെ മുസ്ലിം സമുദായത്തിലുമുണ്ട്. അങ്ങനെയുള്ള ഒരാള് തീർച്ചയായിട്ടും വ്യക്തിപരമായിട്ടുള്ള ഒരു മികവ് കൊണ്ടും മേന്മ കൊണ്ടും പിന്നെ UDFന്റെ പരമ്പരാഗത വോട്ട് ബാങ്ക് ഉള്ളത് കൊണ്ടുമാണ് അദ്ദേഹം ജയിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം അത്ര നിർബന്ധമുള്ള കാര്യമല്ല. അപ്പോൾ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അദ്ദേഹം ഒരു നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ട് BJPയും ഒരു പരിധി വരെ ഇടതു മുന്നണിയും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു, മാത്രമേ ഉള്ളൂ. ബാലകൃഷ്ണപിള്ളയും ഗണേഷ് കുമാറും 2 വിഭാഗത്തിൽപ്പെട്ട 2 തരത്തിൽപ്പെട്ട. വളരെ വ്യക്തമാണ് താങ്കളുടെ നിലപാട്. വളരെ നന്ദി ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ ജയശങ്കർ, ശ്രീ ജേക്കബ് ജോർജ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.